പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം മമതാക്യ സായമേ എന്നതിലെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. സർഗർമിയുടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. സർഗർമികളിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബച്ചോ നീച്ചെ ചന്ദ് ഹം ആവാസ് അൽഫാസ് ഹെ. താഴെ ചില ഹം ആവാസ് അൽഫാസുകൾ കൊടുത്തിട്ടുണ്ട്. ഉൻകി മദദ് സെ മൗസൂ മിസ്ര തയ്യാർ കരെ. അവയുടെ സഹായത്തോടുകൂടി മൗസൂ മിസ്ര തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛേ, സച്ചേ, പ്യാരെ, ന്യാരെ എന്നിവയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ 4 വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികൾ മേരെ അബ്ബ പ്യാരെ അബ്ബ, പ്യാരെ പ്യാരെ ഡാഷ് അബ്ബ, അച്ഛേ ഡാഷ് മേരെ അബ്ബ, മേരി ജാൻസെ ഡാഷ് അബ്ബ എന്നുള്ളതാണ്. ഇപ്പോൾ ഡാഷുള്ളടുത്ത് ഇവയിൽ നിന്ന് നമുക്ക് ഓരോ പദങ്ങളെടുത്ത് ഇങ്ങനെ പൂരിപ്പിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിലേതും എവിടെയും ആപ്റ്റാണ്. മേരെ അബ്ബ പ്യാരെ അബ്ബ, പ്യാരെ പ്യാരെ ഡാഷ് അബ്ബ. അപ്പോൾ അവിടെ പ്യാരെ പ്യാരെ എന്ന് അവിടെ 2 പ്രാവശ്യം വന്നതുകൊണ്ട് വീണ്ടും ഒരു പ്യാരെ പാടില്ല. ബാക്കിയുള്ള അച്ഛേ എന്നാവാം, സച്ചേ എന്നാവാം, ന്യാരെ എന്നാവാം. പ്യാരെ പ്യാരെ ന്യാരെ അബ്ബ. അച്ഛേ സച്ചേ മേരെ അബ്ബ, മേരി ജാൻസെ പ്യാരെ അബ്ബ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പദങ്ങൾ ചേർത്ത് വളരെ വേഗത്തിൽ ഈസിയായി മൗസൂ മിസ്ര തയ്യാറാക്കാൻ സാധ്യമാകും. ഇതിന് താഴെയുള്ള കുറച്ച് ചിത്രങ്ങളും സെൻറ്റൻസുകളുമാണ്. സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. നീച്ചെ ചന്ദ് തസ്വീർ ഹെ, ഉൻകി മദദ് സെ ജുംല തയ്യാർ കരേം. താഴെ ചിത്രങ്ങളുണ്ട്, അവയുടെ സഹായത്തോടെ ജുംല തയ്യാറാക്കുക എന്നതാണ്. അമ്മി ബच्चे को പഠാത്തി ഹെ, അമ്മി ബच्चे को ലിഖാത്തി ഹെ. റെഡിയാണ്. അമ്മി കുട്ടിയെ പഠിപ്പിക്കുന്നു, എഴുതിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഈ ചിത്രവുമായി ആപ്റ്റ് ചെയ്ത സെൻറ്റൻസുകൾ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ രണ്ടാമത്തേൽ അമ്മി ബच्चे को സിലാത്തി ഹെ, ബच्चे को ലോറി ഗാക്കർ സിലാത്തി ഹെ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അമ്മി ബच्चे को സിലാത്തി ഹെ. രണ്ടാമത്തെ വരിയിൽ അമ്മി ബच्चे को ലോറി ഗാക്കർ സിലാത്തി ഹെ. താരാട്ടുപാട്ട് പാടിയാട്ട് ഉറക്കുന്നു എന്നാവാം. ഇനി മൂന്നാമത്തെ എന്താണ് ചിത്രം നോക്കൂ. ഒരു അബ്ബുണ്ട്, കുട്ടിയുണ്ട്. കുട്ടിയുടെ കയ്യിൽ ഖിലോനയുണ്ട്, കളിപ്പാട്ടമുണ്ട് അല്ലേ, കാറ് എന്നൊക്കെ പറയാം. അവിടെ നമുക്ക് അബ്ബ ബच्चे के साथ खेलता है, അബ്ബ बच्चे के साथ खेलता है. അബ്ബ കുട്ടിയുടെ കൂടെ കളിക്കുന്നു. बच्चा कार से अली खिलौने से खेलता है. അടുത്തതിൽ അബ്ബയാണ് കുട്ടിക്ക് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. തൊട്ടടുത്ത് ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. അപ്പോൾ അവിടെ അബ്ബ बच्चे को खिलाती है, खिलाता है, अब्बा बच्चे को पिलाता है. अब्बा बच्चे को खिलाता है,
അബ്ബ ബച്ചേക്കോ പിലാത്ത ഹെ, കുടിപ്പിക്കുന്നു. नज़म ममदा के साए में आपने पढ़ी है ना, उसकी मदद से माँ के बारे में नोट लिखे. दुनिया में हर चीज़ मिलती है लेकिन माँ नहीं मिलती. ഈ പ്രവർത്തനത്തിൻ്റെ ബാക്കി വരികൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. അമ്മി ദുഃഖ് ദർദ് ലേക്കർ ഹംകോ ആരാം ദിയാ ഹെ. മൂന്നാമത്തെ വരിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ വരി ആരാം ദേക്കെ എന്നുള്ള വരിൻ്റെ സെൻറ്റൻസാക്കി എഴുതുകയാണെങ്കിൽ ആരാണ് നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അമ്മീനെ കുറിച്ചാണ്. അപ്പോൾ അമ്മി ആദ്യം എഴുതാം. അമ്മി ദുഃഖ് ദർദ് ലേക്കർ, ലേ ലിയാ ഹെ എന്നുള്ളതിന് പകരം ലേക്കർ, ദുഃഖ് ദർദ് ലേക്കർ ആരാം ഹംകോ ആരാം ദിയാ ഹെ. ഹംകോ എന്നുള്ളതിന് പകരം ഹമേ എന്ന് എഴുതാം. ഹംകോ ആരാം ദിയാ ഹെ. ഇനി അഞ്ചാമത്തെ വരി അമ്മി ഹമേം മുഷ്കിലോं से पाला, अम्मी हमें प्यार से संभाला, अम्मी के दम कदम से हम जीत पाया. अम्मी की खिदमत करना लाजिम है, अम्मी की इज़्ज़त करना लाजिम है, अम्मी के പാവോം കെ നീച്ചെ ജന്നത്ത് ഹെ. ഈ രീതിയിൽ അമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശുക്രിയ. ഖുദാ ഹഫീസ്.